നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാ നാറ്റോ പ്രഖ്യാപിച്ചിരിക്കുന്നു, അമേരിക്ക യൂറോ അറ്റ്ലാന്റിക് മേഖലയ്ക്ക് പുറത്ത് നടത്തുന്ന ഒരു യുദ്ധത്തിനും ഒരു ശ്രമങ്ങൾക്കും നാറ്റോ സഹകരിക്കില്ല, നാറ്റോ ഒപ്പമുണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു സംശയവും ഉണ്ടായില്ല അദ്ദേഹത്തിന്. അമേരിക്ക ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടത്തുന്ന യുദ്ധത്തിനൊപ്പം അല്ലെങ്കിൽ ഹോർമൂസിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ശ്രമം നടത്തേണ്ട കാര്യത്തിന് ഒരിക്കലും നാറ്റോയ്ക്ക് ഒരു തരത്തിലും ഈ മേഖലയിൽ അമേരിക്ക നടത്തുന്ന യുദ്ധത്തിന്, പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്ക നടത്തുന്ന യുദ്ധത്തിന് ഒരു തരത്തിലും ഇടപെടാൻ സാധിക്കില്ല എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത്. ഈ നിമിഷം വരെ നാറ്റോയിലെ ഒരു രാജ്യങ്ങളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. അപ്പോൾ അമേരിക്ക നാറ്റോയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇനി അമേരിക്കയെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളേണ്ട കാര്യമേ ഉള്ളൂ. പ്രത്യേകിച്ചും ട്രംപിനെ പോലുള്ള ഒരു സ്ഥിരതയില്ലാത്ത നേതാവ് നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും കുട പിടിക്കുവാൻ നാറ്റോ ഇല്ല എന്ന് തന്നെയാണ് അവരിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുകയെ പശ്ചിമേഷ്യൻ സംഘർഷം മറ്റൊരു തലത്തിലേക്കാണ് നീങ്ങുന്നത്. ഇസ്ഫഹാൻ മേഖലയിലേക്ക് ഇന്നും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈന്യം ആക്രമണം നടത്തി അവിടെ നിന്ന് പുകച്ചുരുളുകൾ ഉയരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും അവിടുത്തെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് എന്തോ കാര്യമായ രീതിയിലുള്ള ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇറാനോ അതല്ലെങ്കിൽ മധ്യേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾക്കോ ഇനി സമാധാനം ഉണ്ടാകില്ല. അവരുടെ ആരോഗ്യകാര്യങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ വലിയ ഭീഷണിയാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് തന്നെ വലിയ ഭീഷണിയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സത്യം. അതേസമയം അമേരിക്കയെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഇറാനൊപ്പം നിൽക്കുവാൻ വേണ്ടി റഷ്യയുടെ വിശ്വസ്തരായ ചെച്നിയൻ സൈന്യം ഇറങ്ങുന്നു എന്നുള്ളതാണ്. റംസാൻ കദിരോവിൻ്റെ നേതൃത്വത്തിലുള്ള ചെച്നിയൻ സൈന്യം ഇറങ്ങുന്നു എന്നുള്ളതാണ്. വടക്കൻ മേഖലയിൽ, റഷ്യയുടെ വടക്കൻ മേഖലയിൽ വളരെ കരുത്തോടുകൂടി റഷ്യയ്ക്കൊപ്പം നിന്ന കദിരോവ്സി എന്നൊക്കെ പറയുന്ന ചെച്നിയൻ സൈന്യം ഈ യുദ്ധത്തിൽ ഇറങ്ങുന്നതോടെ കൃത്യമായി യുദ്ധത്തിൻ്റെ ദിശ മറ്റൊരു തലത്തിലേക്ക്, ഒരു ലോക മഹായുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ വഴുതി മാറുകയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ യുദ്ധം പശ്ചിമേഷ്യ വിട്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയും വിട്ട് മറ്റു തലങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അതേസമയം പാകിസ്ഥാൻ ഒരു മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടിയിട്ട് ചൈനയിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ ചൈനയെ കൂടെ ഒപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ മധ്യസ്ഥ ശ്രമത്തിനെ ഒന്ന് വിപുലീകരിക്കുവാനാണ് പാകിസ്ഥാൻ ശ്രമം നടത്തുന്നത്. യുദ്ധം ഉടൻ തന്നെ അവസാനിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 5 നിർദ്ദേശങ്ങളൊക്കെ പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു ധനസമ്പാദനമൊക്കെ നടത്തി അവരുടെ എണ്ണ പ്രശ്നം കൂടി ഇതിനിടയിൽ തീർക്കാമെന്നാണ് പാകിസ്ഥാൻ വയ്ക്കുന്നത്. നേരത്തെ പാകിസ്ഥാനും സൗദി അറേബ്യയും ഈജിപ്തും ഒക്കെ സംയുക്തമായൊരു മീറ്റിംഗ് ഒക്കെ ഇസ്ലാമാബാദിൽ വെച്ച് കൂടി, എന്നിട്ട് അവരുടെ ഒരു വിഷയമൊക്കെ ഇറാനെ അറിയിച്ചു. പക്ഷേ ഇറാൻ കടക്ക് പുറത്ത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പാകിസ്ഥാന് ഇതിൽ യാതൊരു തരത്തിലും ഇടപെടേണ്ട കാര്യമില്ല എന്ന് ഇറാൻ പറഞ്ഞ് പുറത്താക്കിയാണ്. പാകിസ്ഥാനെ പിന്തുണയ്ക്കുവാനോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ വാക്കുകളെ നമുക്കൊന്ന് ചെവിക്കൊള്ളുവാനോ കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്ര ക്രെഡിബിലിറ്റിയുള്ള, അത്ര യോഗ്യതയുള്ള ഒരു രാജ്യമൊന്നുമല്ല പാകിസ്ഥാൻ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. അമേരിക്ക പോലും പാകിസ്ഥാനെ ഉൾക്കൊണ്ടിട്ടില്ല. പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ് എന്നാണ് അമേരിക്കയുടെ കോൺഗ്രഷണൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ വാക്കുകൾ ഒരു കാരണവശാലും ഇറാനോ അമേരിക്കയോ കൈക്കൊള്ളില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ നേരെ ചൈനയുടെ അടുത്ത് പോയത്. ചൈന പറഞ്ഞാൽ ചിലപ്പോൾ ഇറാൻ കേട്ടാലോ എന്നുള്ളത് കൊണ്ട്. അതോടൊപ്പം തന്നെ ഈ ചേരിയിൽ റഷ്യയും കൂടെ ഒപ്പം കൂട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാം, അതിൽ നിന്ന് കുറച്ച് കാശ് അടിച്ചു മാറ്റുകയും പാകിസ്ഥാന് ചെയ്യാം എന്നൊക്കെയാണ് അവരുടെ ധാരണ. പക്ഷേ ആ ധാരണ അസ്ഥാനത്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇതാ അമേരിക്ക മറ്റൊരു ആക്രമണവും കൂടി, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈന്യം മറ്റൊരു ആക്രമണവും കൂടി നടത്തിയിരിക്കുകയാണ്. അത് ഖാർഗ് മേഖലയിലാണ്. ഖാർഗ് മേഖലയിലെ അവരുടെ പ്രധാനപ്പെട്ട കിണറുകളൊക്കെ തകർക്കുന്നു. അതോടൊപ്പം തന്നെ വൈദ്യുത പ്ലാന്റുകൾ തകർക്കുന്നു. അങ്ങനെ ഇറാനെ ഇരുട്ടിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ശക്തമായ ആക്രമണം അമേരിക്ക ആ ഭാഗത്തുകൂടെയും നടക്കുന്നുണ്ട്. അങ്ങനെ പശ്ചിമേഷ്യൻ സംഘർഷം, ഈ യുദ്ധം ഈ പല ലെയറുകളായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഒരു ഭാഗത്ത് ഇസ്രായേലും അമേരിക്കയുടെയും സംയുക്ത സൈന്യം ഇറാനെ ആക്രമിക്കുന്നു. മറുഭാഗത്തൂടെ റഷ്യ യുദ്ധത്തിലേക്ക് ഇറങ്ങുവാൻ പോകുന്നു. ഇനി മറുഭാഗത്ത് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും
സൗദി അറേബ്യയുടെയും അതോടൊപ്പം തന്നെ ഈജിപ്തിൻ്റെയും ഒക്കെ ഈജിപ്തും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ചകൾ പുരോഗമിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ പല ലെയറുകളായിട്ടാണ് ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് എവിടെയെങ്കിലും ഒന്ന് കൂട്ടിമുട്ടിയെങ്കിൽ മാത്രമേ ലോകത്തിന് സമാധാനമായി ഇരിക്കുവാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഈ യുദ്ധം ഇസ്ഫഹാൻ മേഖലയിലെ ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് നേരെ പതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു മരണക്കിണർ തന്നെയായി മാറും, അല്ലെങ്കിൽ ഒരു ശവപ്പറമ്പ് തന്നെയായി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും പിന്നീട് പശ്ചിമേഷ്യ കാണുക, മധ്യേഷ്യ കാണുക. കാരണം ഇറാന് പിന്നെ ഒന്നും നോക്കാനില്ല. ഇറാൻ നേരെ ഇറാൻ്റെ കയ്യിലുള്ള സകല ആയുധങ്ങളും എടുത്തുകൊണ്ട് മധ്യേഷ്യയിലേക്ക് കടന്നു കയറും. ഇപ്പോൾ തന്നെ UAE-യിലേക്കും ദുബായിലേക്കും ഒക്കെ അതിശക്തമായ ആക്രമണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്, ജനവാസ മേഖലയിലേക്ക്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ മേഖലയിൽ ഇന്നും ഇസ്രായേലിൻ്റെ 6 നിലയോളം വലിയ ഒരു കെട്ടിടമൊക്കെ ഇറാൻ തകർത്തിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ യുദ്ധം ഈ രീതിയിലൊക്കെ പുരോഗമിക്കുകയാണിത്. നാളെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. ഇതിൻ്റെ കാര്യമായി ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് യുദ്ധം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണം ഇറാൻ്റെ ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിനെ തകർത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മുൻ സൂചിപ്പിച്ചതുപോലെ ജനവാസം പോലും അപ്രാപ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിൻ്റെ അണുവികിരണങ്ങൾ നേരെ കടലിലേക്ക് പതിച്ചിട്ടുണ്ടെങ്കിൽ, അവർ കുടിക്കുന്ന വെള്ളത്തിൽ ഈ അണുവികിരണങ്ങൾ പതിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എന്താകും ഇറാൻ്റെ ഒരു അവസ്ഥയെന്നോ അല്ലെങ്കിൽ മധ്യേഷ്യയുടെ അവസ്ഥയെന്നോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. UN ഈ സമയത്ത് വളരെ നിശബ്ദമായി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് മാത്രം മാറിയിരിക്കുന്നു, ഒരു മൂകസാക്ഷിയായി മാറിയിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനൊരു ഓർഗനൈസേഷൻ ഉള്ളത് എന്ന് പോലും അറിയില്ല. ഐക്യരാഷ്ട്ര സംഘടന പിരിച്ചുവിടേണ്ട സമയമായിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് അതിശയോക്തിയില്ല. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്ന UN, അതിനു മുന്നേ വന്ന ലീഗ് ഓഫ് നാഷനെ പോലെ അപ്രത്യക്ഷമാകുവാൻ പോകുന്നു എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം ഇത്തരം ഒരു സംഘർഷം നടക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ ഇടപെട്ട് അതിന് പരിഹാരം കണ്ടെത്തേണ്ടതാണ് ഐക്യരാഷ്ട്ര സംഘടന. അല്ലാതെ അമേരിക്കയ്ക്ക് കുടപിടിക്കാനോ അമേരിക്ക ഇല്ലാത്ത സംഘർഷങ്ങളെ ലഘൂകരിക്കുവാനോ അതിൽ സമാധാനം കണ്ടെത്തുവാനോ അല്ല അങ്ങനെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങി വെച്ചത്. പക്ഷേ ഇതൊന്നും ഓർക്കുവാൻ പോലും ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്തായാലും കാര്യങ്ങൾ ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് യുദ്ധം ഉടൻ ഒന്നും അവസാനിക്കുവാൻ പോകുന്നില്ല എന്നുള്ള സൂചനയാണ്. അതായത് ഇന്ന് രാവിലെ IRGC-യുമൊക്കെ ആയി വലിയ സംഭാഷണവും ചർച്ചകളും ഒക്കെ നടത്തിയിരുന്നു അമേരിക്ക. എന്നാൽ IRGC വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നേരെ വൈകുന്നേരമായപ്പോൾ ട്രംപ് പ്ലേറ്റ് തിരിക്കാൻ തുടങ്ങിയത്. ട്രംപ് നേരെ ആക്രമണം നടത്തി ഇസ്ഫഹാൻ മേഖലയിലേക്ക്. എന്തായാലും കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സമാധാനത്തിലേക്ക് എത്തിയില്ല എങ്കിൽ കൈവിട്ടു പോകും എന്നുള്ളത് ഉറപ്പാണ്. ഐക്യരാഷ്ട്ര സംഘടനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളോ ഇടപെട്ട ഇത് ഉടൻ തന്നെ പരിഹരിക്കേണ്ടതുണ്ട്. ഇനി പരിഹരിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ വഷളാകും. ഇപ്പോൾ ചെച്ചനിയൻ സൈന്യം ഇടപെടുന്നു എന്നാണ് പറയുന്നത്. ചെച്ചനിയൻ സൈന്യം വളരെ നിർണായകമായ വിഷയങ്ങളിൽ വലിയ ശക്തമായ ഒരു പിന്തുണ റഷ്യൻ സൈന്യത്തിന് കൊടുത്ത ഒരു സംഘടന തന്നെയാണ്, റഷ്യൻ ഒരു സൈനിക വിഭാഗം തന്നെയാണ്. പക്ഷേ റഷ്യൻ സൈന്യം ഒന്നാകെ അടപടലം ഇളകി വന്നാലോ, അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും പിന്നീടുണ്ടാകുന്ന ഒരവസ്ഥ? കാര്യങ്ങൾ ഈ രീതിയിൽ പോലും പിടിച്ചു നിൽക്കുവാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ ചിലവ് ഏകദേശം 34 ബില്യൺ കഴിഞ്ഞു. നാളെ റഷ്യ ഇതിലേക്ക് ഇടപെട്ടു, മറ്റു രാജ്യങ്ങൾ കൂടി ഇടപെട്ടാൽ തീർച്ചയായിട്ടും അതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ തീർച്ചയായിട്ടും അമേരിക്കയായിക്കോട്ടെ ഇസ്രായേൽ ആയിക്കോട്ടെ ഇത് പിടിച്ചാൽ കിട്ടുന്ന ഒരു വശത്തിലേക്കായിരിക്കില്ല പിന്നീട് പോകുന്നത്. പിന്നീട് പൂർണ്ണമായും മറ്റൊരു ലോകക്രമം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ കുറേ അധികം നാളത്തേക്ക് മനുഷ്യർക്ക് അതിജീവിക്കുവാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴുതി മാറും. ഒരു കാരണവശാലും ആ ഒരു സാഹചര്യത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോയിക്കൂടാ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.